ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്ന സോളാർ ലാമ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണത്. ഫസ്റ്റ് ഉപയോഗിക്കുന്നത് സോളാർ പാനലാണ്. ഈ സോളാർ പാനൽ ആദ്യം ഉപയോഗിച്ചിരുന്നതാണ്. അത് ഏകദേശം ഒരു 556 6 വോൾട്ടിനടുത്ത് വരുന്നത്. ഒരു 30 മില്ലി ആംപിയർ കറണ്ട്, മാക്സിമം ഔട്ട്പുട്ട് ഒരു 1 വാട്ടും കിട്ടുന്ന രീതിയിലുള്ളൊരു പഴയ സോളാർ പാനലാണ് കണക്ട് ചെയ്യുന്നത്. അതിനൊരു ക്ലിപ്പും ഉണ്ട്. ഈ ക്ലിപ്പ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താ വെച്ചാൽ, ഒരു ഡയോഡ്. ഈ ഡയോഡ് IN4007 ആണ് ഡയോഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു BC547 ട്രാൻസിസ്റ്റർ. ഇതാണ് ട്രാൻസിസ്റ്റർ. ഇത് ഏകദേശം ഒരു 15-10 രൂപയുടെ ഉള്ളിലുണ്ടാവും. ഇതിൽ ഈ കാണുന്നത് 3 കാലിൽ ഫസ്റ്റ് കാണുന്നത് എമിറ്റർ, ഇത് സെൻട്രലുള്ള ബേസ്, ഇത് കളക്ടർ. ഇങ്ങനെ 3 പിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോണിക്സിൽ അത്യാവശ്യം വർക്ക് അറിയുന്നവർക്ക് ഏകദേശം പെട്ടെന്ന് മനസ്സിലാവും, അറിയുകയും ചെയ്യാം. പിന്നെ അതേപോലെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ BC557 പിന്നൗട്ട് നോക്കിയാൽ കറക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും. പിന്നെ എടുത്തത് ഒരു 10K റെസിസ്റ്ററാണ്. ഈ 10K റെസിസ്റ്ററും അതേപോലെ ഒരു ഔട്ട്പുട്ടായിട്ട് കത്താൻ ഉപയോഗിക്കുന്നത് 3 വോൾട്ട്, ഏകദേശം 4.5 വോൾട്ടിന് വരുന്ന ഒരു LED ബൾബാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇത് LED ബൾബ് എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ ഇതേപോലെ കൊടുത്തതൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ഇനി ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് ഫിറ്റ് ചെയ്യണതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ഇതിനു മുമ്പ് പലവരും ഈ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മളേതായ ഒരു ഐഡിയയിൽ ചെയ്യാണ്. എപ്പോഴും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ സോളാർ പാനലിന് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം വയറിങ് ചെയ്താണിത്. ഇത് ട്രാൻസിസ്റ്റർ BC557 ട്രാൻസിസ്റ്ററും അതേപോലെ അതിൽ കൊടുത്തിരിക്കുന്ന ബേസിൽ വരുന്ന ഒരു 10K റെസിസ്റ്റർ, അതേപോലെ അതിലൊരു എമിറ്റർ എന്നുള്ള ഭാഗത്ത് ഒരു ലെഗ് ഉണ്ട്. ആ ലെഗാണിത്. ആ ലെഗിൽ നിന്ന് ഒരു ഡയോഡ് വഴിയാണ് -വോൾട്ട്, അതായത് സോളാറിൻ്റെ മൈനസിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ മൈനസിൽ എന്നെ ഒരു സോളാറിന് കണക്ട് ചെയ്ത ഈ ഡയോഡിൻ്റെ അപ്പുറത്തുള്ള ലെഗാണ് ബാറ്ററിക്ക് കണക്ട് ചെയ്തിട്ടാണ്. ഈ ബാറ്ററിക്ക് കണക്ട് ചെയ്തിട്ടത് അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ഭാഗം, അതായത് ട്രാൻസിസ്റ്ററിൻ്റെ 3ാമത്തെ ലെഗ് കളക്ടർ, അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് ഒരു LEDയുടെ മൈനസ് വയർ കണക്ട് ചെയ്തിട്ട്, ഈ മൈനസ് വയർ കൊടുത്തതിന് ശേഷമുള്ള വയറിങ് കാര്യങ്ങളൊക്കെയാണ്. ഈ പിന്ന് വഴിയാണ് ഇതിന് ഫുള്ള് കണക്ഷൻ പോയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫുൾ വർക്കിങ്ങിലാണ്. ഇനി ഇതിൽ ഈ പാനലിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ ബൾബ് ഓഫ് ആവും. ഇങ്ങനെയാണിത് വർക്കിംഗ് ചെയ്യുന്നത്. ഇത് സൂര്യപ്രകാശം തട്ടുമ്പോൾ നേരിട്ട് ഇതിലേക്ക് ചാർജ് ആവുകയായിരുന്നു. ഈ ചാർജ് ആകുമ്പോൾ പിന്നെ ഇതിലേക്കുള്ള സപ്ലൈ ഓഫായി കിടക്കും. അപ്പോൾ ആ രീതിയിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ബൾബ് ഓഫായി. ആ രീതിയിലാണ്. ഇപ്പോൾ ഇത് ഓണാവും ചെയ്ത്. ഫുള്ളായി ഓഫായി. അതിന് സോളാർ പാനലിൽ പ്രകാശം കിട്ടി. ഇപ്പോൾ ഒരു ഫോൺ വഴിയാണ് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ നൈറ്റാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇത് വയറിങ് ചെയ്ത് ക്ലിയർ ആയെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണത്. ഇപ്പോൾ ബൾബ് ഓഫാണ്. ഇപ്പോൾ ബൾബ് ഓണായി. അപ്പോൾ ഈ പാനലിൽ വോൾട്ട് വരുമ്പോൾ, അതായത് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ ബാറ്ററിയിൽ ചാർജ് ആവും. അതേപോലെ ബാറ്ററിയിൽ ചാർജ് ആവുന്ന നേരിട്ട് ഡയോഡ്, അതേപോലെ ഈ ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആവും.
ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആകുമ്പോൾ ഡയറക്റ്റായിട്ട് എല്ലാ ഫങ്ഷനും ഓക്കെ ആയി നേരിട്ട് ബൾബിലേക്ക് എത്തും. അതേപോലെ സോളാർ പാനൽ ഔട്ടാകുമ്പോൾ ചാർജ് കണക്റ്റഡ് ആവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നേരിട്ട് ഗൂഗിൾ ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഇത് ചെറിയൊരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി ഒന്നും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ, അതായത് ബോർഡിൽ ചെയ്ത് ചെറിയ സർക്യൂട്ട് ബോർഡിൽ ചെയ്തൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.